കുഞ്ഞിമാവ എവിടെ? എല്ലാരും ചോദിച്ചെന്ന് കുഞ്ഞിമാവ എവിടെയെന്ന്. എവിടെ? ഹായ് പറ, സ്വാഗതം പറ കുഞ്ഞിമാവേ. ഡെലിവറി വ്ളോഗ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാരും ചോദിച്ചു എന്താ അത്ര വൈകിയെന്ന്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് ഡെലിവറി വ്ളോഗ് കുറച്ച് വൈകിയത്. ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയുർവേദത്തിൽ കുളിക്കണ്ടേ? കുഞ്ഞുമാവിക്ക് കുളിച്ചണ്ടേ? എന്നാ ചെറിയ 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 വന്ന് പോയി. പബ്ബൂഷി സ്കൂളിൽ പോയിട്ടുണ്ട്. പബ്ബൂസിന് 7:30 സ്കൂള്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഇവിടുന്ന് നേരത്തെ അവനെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെന്റിന് പോവാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പോയാലോ? പോവാ, കുളിക്കാൻ പോവാ, കുളിച്ചാൻ പോവാ. നമ്മള് പാല് പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുളിക്കുന്ന സമയത്ത് ഇയാള് കരഞ്ഞാല് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിട്ട്. അയ്യോ, ടൈമായി ഇറങ്ങാം. എങ്ങനെയുണ്ട് എന്റെ പുതിയ കാറ്റ് ഐ ഗ്ലാസസ്? പുറത്ത് നല്ല വെയിലാണ്. പിന്നെ ഗ്ലാസ് ഇട്ടില്ലെങ്കിൽ എന്റെ തലവേദന, മൈഗ്രെയിൻ തലവേദന എന്നെ കൊണ്ടേ പോവുള്ളൂ. പോളറൈസ്ഡ് ഗ്ലാസ് ആണ്. ശരിക്കും പോളറൈസ്ഡ് എന്തിനാ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ പോളറൈസ്ഡ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തലവേദന വരാറില്ല. അല്ലാതെ സാധാരണ നോർമൽ നമ്മളെ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തലവേദന വരും. കുറേ പേര് ചോദിച്ചു നോർമൽ ആയിരുന്നു സി സെക്ഷൻ ആയിരുന്നു അതിലെ. ഇപ്പൊ നോർമൽ ഡെലിവറി ആയിരുന്നു. അതിൽ നമ്മൾ എപ്പിഡ്യൂറൽ ലാസ്റ്റിലേക്ക് നമ്മൾ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ട്. അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെലിവറി സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഇടാം. കാരണം ഒരുപാട് കഥകൾ പറയാനുണ്ടല്ലേ, അന്ന് സംഭവിച്ച ഒരുപാട് കഥകൾ പറയാനുണ്ട്. പിന്നെ ഇതാ ബാക്കിലിതാ കുഞ്ഞൻ കിടക്കുന്നു, കുഞ്ഞൻ കിടക്കുന്നുണ്ട് ഇവിടെ. കുഞ്ഞെ കുളിക്കാനൊക്കെ റെഡി ആയിട്ട് കിടക്കാണ്. ചിന്തിച്ചിരിക്കുകയാണല്ലോ. പൊറ്റ നോക്കുന്നുണ്ടോ? പൊറ്റുണ്ടോ? അല്ലേ കാഴ്ച കാണുന്നുണ്ടോ? സാധാരണ നിങ്ങൾ ഉറങ്ങാനാണല്ലോ വീഡിയോ എടുക്കുന്നത് മനസ്സിലായി. ഇങ്ങോട്ട് പോകുമ്പോ എല്ലാം ഉറക്കായിരിക്കും. ഇന്നാവുമ്പോ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പൊ ഞാനൊന്ന് എൻജോയ് ചെയ്യാം. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ പറയാനുള്ളതൊക്കെ മറന്നു ചിന്തയിലാണ്. എങ്ങനെ ഇന്ന് രാത്രി അമ്മേന്റെ ഉറക്കം കളയാം? അതാ തോന്നുന്നു കുട്ടി ചിന്തിക്കണേ. അതാണോ? രാത്രിയാണ് മൂപ്പര് എണീറ്റിരിക്കുക. രാവിലെ ഫുള്ള് ഉറങ്ങും. അമേരിക്കൻ ടൈം. അങ്ങനെ നമ്മളിതാ കാലിക്കറ്റ് വെസ്റ്റിലുള്ള സമേത ആയുർവേദിക്സിലെത്തി. ഇവിടെ കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ നിന്ന് കളിക്കാനൊക്കെ ഇങ്ങനെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല പച്ച പുല്ലൊക്കെ വിരിച്ചിട്ട് ഇത് കാണാം നമുക്ക് കയറുമ്പോൾ തന്നെ. അങ്ങനെ അവിടെ പോയി നമ്മൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യും. അതായത് ഡോക്ടർ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രസ് ഒക്കെ എങ്ങനെയാണ്, എല്ലാം ഓക്കെ ആയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് നല്ല പുറം വേദനയും കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എപ്പിഡ്യൂറൽ എടുത്തതിൻ്റെയും പുറവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു ഡോക്ടർക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ നമുക്കുള്ള പാക്കേജ്, അതായത് ഇപ്പം എനിക്ക് കിഴി, പൊടിക്കിഴിയൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഞവരക്കിഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാക്കേജിൽ ആ കിഴികളൊക്കെ എനിക്ക് എത്രത്തോളം എൻ്റെ വേദന ഉണ്ട്, വേദനേൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, അതിനൊക്കെ അനുസരിച്ചിട്ടാട്ടോ അവിടെ സെറ്റ് ചെയ്യുക. അപ്പം ഇനി കുഞ്ഞിക്ക് കുളിപ്പിക്കണം. കുഞ്ഞു വാവ കുളിക്കാൻ വേണ്ടി ആദ്യം കുഞ്ഞു വാവയാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വാവ കയറുന്നത്. കുഞ്ഞുവാവനെ കുളിപ്പിക്കാൻ കൊണ്ടുവാ. കുഞ്ഞുവാവ എന്നാ മൊത്തം പറയുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു ഇസിക്കുട്ടൻ എന്നാണ്. ഇസിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാ.
ഇവിടുത്തെ റൂംസ് നല്ല രസമാട്ടോ കാണാൻ. അതായത് ഒരു പ്രത്യേക ടൈപ്പ് റൂമാണ്. ശരിക്കും നമുക്ക് ആയുർവേദ ക്ലിനിക്കിലൊക്കെ പോയ ആ ഒരു എഫക്റ്റ് കിട്ടും. അതിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ തരിക. കണ്ടോ, ഇതുപോലെ നല്ല വുഡിൻ്റെ വർക്കൊക്കെ ചെയ്ത് പക്ക ഒരു ആയുർവേദ ക്ലിനിക്കിൻ്റെ ആ ഒരു നമുക്കൊരു തണുപ്പൊക്കെ ഉള്ള ഒരു സുഖമുള്ള ഇതാണ് കേട്ടോ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം തോന്നും. ഇനി നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാണ് കേട്ടോ വേണ്ടത്. അപ്പം അങ്ങോട്ട് പോവാം. നമുക്ക് കൊച്ചാന് പോവാ. കൊച്ചന്റെ നമുക്ക് ഇജിക്കുട്ടന് കൊച്ചന്റെ. ഹായ് ചുകല്ലേ നല്ല ചുകണ്ടല്ലോ. ഇനി ഇങ്ങനെ കുച്ചിട്ട് ഒങ്ങാലോ നമുക്ക് നല്ല സുഖത്തിൽ ഒങ്ങാലോ ഇജിക്കുട്ടന്. ചുണ്ടനാമനിണ്ടല്ലോ കുട്ടി. എന്തെങ്കിലും കിട്ടുമോ? നാക്ക് നീട്ടി നോക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കിട്ടുമോ? ബബിള് നേരെ തിരിച്ചായിരുന്നു, അവൻ ഇങ്ങനെ കിടത്തുന്നതായിരുന്നു ഇഷ്ടം. ഇയാൾക്ക് ഇങ്ങനെ കിടത്തുമ്പോ ഒരു വെപ്രാളാ. ബേബീനെ അവർ കുളിപ്പിക്കുന്നത് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് അമർത്തി ഇതാക്കി അങ്ങനത്തെ മസാജുകളൊന്നും അല്ല കേട്ടോ. ബേബീനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെച്ചിട്ടുള്ള മസാജും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി എൻ്റെ ഒരു കുളി വരുന്നത്. അപ്പം ഈ ഒരു റൂമാണ് കേട്ടോ, ഇതാണ് ട്രീറ്റ്മെൻറ്റ് റൂം. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്നാണ് നമ്മുടെ കുളി വരിക. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സ്റ്റീമിൻ്റെ ആ ഒരു സംഭവങ്ങളും പിന്നെ ധാരേൻ്റെ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബെഡ് വെച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് അത്ര ബാക്ക് പെയിൻ അറിയില്ല, നമുക്ക് കിടക്കുമ്പോൾ ഒരു സുഖമായിരിക്കും അതിൽ. അപ്പോൾ ഇത് വെച്ചത് കണ്ടോ, ഈ ഒരു റെഡ് കളർ എന്ന് വെച്ചാൽ ഗൗണാണ്. അപ്പോൾ ആ ഗൗൺ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കയറുക. നമ്മുടെ ഈ ഒരു പ്രസവരക്ഷാ പാക്കേജിൽ കിഴികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ബാക്ക് പെയിൻ ഉണ്ടായ ഒരു ടൈമിലായതുകൊണ്ട് പൊടിക്കിഴിയും അതുപോലെ തന്നെ ഞവരക്കിഴികളാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള കിഴിയും കാര്യങ്ങളും ബാക്കി ബോഡി പാക്കും ഹെയർ പാക്കും ഒക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതാണ് അവരുടെ കാജലും ലിപ് ബാമും. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അവരുടെ ലിപ് ബാം. ഞാൻ കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്കും ബോഡി പാക്കും ഹെയർ പാക്കും ഒക്കെ വരുന്നത്. എല്ലാ പ്രൊഡക്ട്സും അവരുടെ ഓൺ പ്രൊഡക്ഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്യുവർ ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പം എനിക്കും ഒരു മനസ്സിനൊരു സമാധാനമാണ് ഈ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പം കാരണം നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹെയർ ഓയിലും ഷാമ്പൂ ഒക്കെ ഉണ്ട് അവർക്ക്, അതേപോലെ തന്നെ ബോഡി വാഷ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പം നമ്മൾ വന്ന് ഗൗണിലേക്കൊക്കെ മാറിയിട്ട് ഹെഡ് മസാജ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഹെഡ് മസാജ്. ഈ ഒരു ഹെഡ് മസാജ് ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് അവിടെ പോയിട്ട് തന്നെ ഫീൽ ചെയ്യണം. കാരണം അത്ര റിലാക്സിങ് ആണ് ഇത്. നമുക്കിങ്ങനെ എന്താ പറയുക, കിടന്നുറങ്ങാൻ തോന്നും, അത്രയ്ക്ക് റിലാക്സിങ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സമയം തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹെഡിനൊക്കെ കുറച്ച് ചൂട് കൂടുതലുള്ള സമയം തോന്നുന്നു. അപ്പം നല്ല ഹെഡിൽ നല്ലോണം ഓയിലൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് തരുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ്. അത് നമുക്ക് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഒരു കാം ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു ഹെഡ് മസാജും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ ബോഡി ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തില്ലേ, അതായത് ബോഡിക്ക് മാത്രമല്ല മൈൻഡിനും ഭയങ്കര റിലാക്സേഷൻ കിട്ടും. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല സുഖം. ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഉറങ്ങിപ്പോകാത്തത്. ശരിക്ക് നമ്മൾ ഫസ്റ്റ് ഫുൾ ഓയിൽ ചെയ്തിട്ട് ഹെയർ പാക്ക് ഇടാണ് ചെയ്യല്. പക്ഷെ എനിക്ക് ഓയിൽ അധികം പറ്റാത്തത് കൊണ്ട് ഞാനത് ലാസ്റ്റിലേക്ക് വെക്കും. അതായത് അധികം സമയം വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ലാസ്റ്റിലേക്കാണ് ഹെയർ ഓയിലും ഫുൾ ഹെയർ പാക്കും ഇടുക. ഇപ്പം ഫസ്റ്റ് ഹെഡ് മസാജ്. ഹായ്. സൈഡിൽ കൂടി ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങിപ്പോവും, അത്ര സുഖമുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് ഇതൊരു നല്ലൊരു പരിപാടിയല്ലേ? പിന്നെ ഇതെന്തായാലും വേണ്ടേ. നീ എത്ര ദിവസത്തെ പാക്കേജ് ആയിരുന്നു? ഞാൻ 21 days. അടുത്തതാണോ ഫുൾ മസാജ്?
ഫുൾ ബോഡി മസാജ്. ഫേസ് എന്താ ഫേസാ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ല ആ നല്ല ഉറക്കത്തില ആ ഒരു ഇതിൽ മൂഡില് പോയി. ഇനിയാണ് നമ്മുടെ ഫേസ് മസാജും ഫേസ് പാക്കും. പിന്നെ ഇവിടുത്തെ ലിപ് ബാം കാര്യം മറന്നുതല്ലേ. എനിക്കൊന്ന് ബബ്ലൂസിനെ പ്രസവിച്ച് കഴിഞ്ഞ ഡെയിലി 3 നേരം വെച്ച് അവിടുത്തെ ലിപ് ബാം ഇടല്. അതും അത്രയും ഇയേഴ്സ് ആയിട്ട് ഇതുവരെ ലിപ് ബാം മാറ്റി. ലിപ് ബാം ഇടല് മാത്രമല്ല, പരിചയമുള്ള എല്ലാവരോടും പോയി പറയും ലിപ് ബാം ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കലുണ്ട് ലിപ് ബാം. അത്ര അടിപൊളി ലിപ് ബാം. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മുടെ ഫേസ് മസാജ് വരുന്നത്. അത് അവരുടേതായ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ലോണം മസാജ് ചെയ്യും. അപ്പം തന്നെ നമുക്ക് ആ ഫേസിലുണ്ടാകുന്ന ഒരു നീര് പോലത്തെ ഒരു തടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒന്ന് നമുക്ക് നല്ലോണം മാറുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല മാറുന്ന പോലെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. പിന്നെ ഭയങ്കര റിലാക്സിങ്ങുമാണ്. അവിടെയുള്ള തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഭയങ്കര കംഫർട്ടാട്ടോ നമുക്ക് സംസാരിക്കാനും. നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്താ സംഭവം? നീ ഇവിടെ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഒരു ടാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് കുറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പ്രസവത്തിൽ വരുന്നുള്ള ഡാർക്ക് സർക്കിള് ഒക്കെ അല്ലേ? അതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി പോകുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. സംഭവം വെറുതെ അല്ല, നീ എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, വരാൻ കുറച്ച് ടൈം എടുക്കുന്നു. നല്ല ഫേസ് മസാജ് ഒക്കെ കഴിഞ്ഞ തണുത്ത പാക്കിടും ഭയങ്കര സുഖം. ഈ ഒരു പ്രഗ്നൻസിയിലും ആഫ്റ്റർ ഡെലിവറിയിലും ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ എൻ്റെ കൺസേണും എൻ്റെ ബാക്ക് പെയിൻ ആയിരുന്നു കേട്ടോ. നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പ്രഗ്നൻസി സമയത്തേ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പിഡ്യൂറലും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ആ എപ്പിഡ്യൂറലിൻ്റെ ഒരു ചെറിയൊരു പെയിൻ ഉള്ള പോലെ, ആ ഒരു പോയിന്റിൽ കുറച്ച് പെയിൻ ഉള്ള പോലെ അങ്ങനെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെനിക്ക് മാറിക്കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഒരു പില്ലോ വെക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു 2 ആൾക്കാർ പിടിച്ചാലേ എനിക്ക് കിടന്നിടത്തുനിന്ന് എണീക്കാൻ പറ്റുള്ളൂ. അത്രയും ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഡോക്ടറോട് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എൻ്റെ ബാക്ക് പെയിൻ ആണെന്നുള്ളത്. അപ്പോഴാട്ടോ ഡോക്ടർ പറഞ്ഞത് നമുക്ക് കിഴി വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിന് നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ലൈക്ക് എങ്ങനെയാണ് കിഴി വെക്കുക, അല്ലെങ്കിൽ കിഴി വെച്ചാൽ എന്തൊക്കെ ചേഞ്ചസ് വരിക എന്നുള്ളത്. പക്ഷേ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഫസ്റ്റ് ഡേ ഒക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ കിഴി കാര്യങ്ങളൊക്കെ. പിന്നെ പോകെയാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. അതായത് ഡോക്ടർ പറഞ്ഞ അത്രയും ദിവസം കഴിയുന്ന സമയത്താകുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് വന്നു ബാക്ക് പെയിനിന്. അതായത് ഈ ഒരു ബെഡിൽ നിന്ന് തന്നെ ഞാൻ എഴുന്നേക്കാൻ വേണ്ടി എനിക്ക് 2 തെറാപ്പിസ്റ്റുകളും പിടിച്ചിട്ടായിരുന്നു ഞാൻ എഴുന്നേക്കൽ. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് കഴിയാനൊക്കെ ആയി ലാസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ് ഒക്കെ ആവുമല്ലോ, ഒരു 4-5 ദിവസമൊക്കെ ബാക്കിയുള്ള സമയത്ത് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഇത്രയും ഡിഫറൻസ് വന്നല്ലേ എൻ്റെ ബാക്ക് പെയിൻ എന്നുള്ളത്. നല്ലോണം നീരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ. അതൊക്കെ ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. പ്രസവരക്ഷൻ്റെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയിപ്പം ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിനിപ്പം എന്താണ് മറ്റേ CID മ്യൂസിയല് ഹർഷേഷോ നിക്കുന്ന പോലെ നിക്കുന്നു. എന്റെ മൊത്തം പൊടി എവിടെടാ? ചൂടുണ്ടോ? ചൂട് ചെറിയ ചൂടൊക്കെ അടിക്കുന്നുണ്ട്. ആണോ? ഇത് കഴിഞ്ഞാ കുളി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു? എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി സുഖിക്കുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ ഇന്നാണ് നേരിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടത്. ഉള്ളിൽ കയറി വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ ഉള്ളിൽ കയറി എല്ലാം കണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്തായാലും എല്ലാരും ആഫ്റ്റർ ഡെലിവറി ഒരു പ്രാവശ്യം ഇത് ചെയ്യണം. ലൈക്ക് അതൊരു ഭയങ്കര എന്താ പറയുക, നമ്മളെ ഫുൾ ഉടഞ്ഞു കിടക്കുന്ന ബോഡീനെ തിരിച്ച് നമ്മുടെ ബോഡി ആക്കി ലെവലാക്കി എടുക്കുന്നത്. കണ്ട ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്കൊക്കെ ചെയ്യാൻ തോന്നുന്നു. എന്ന് വെച്ചാല് എല്ലാത്തർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാട്ടോ. പിന്നെ നല്ല നീരുണ്ടായിരുന്നു എനിക്ക് പുറത്തൊക്കെ, നല്ല നീര്. ആദ്യത്തെ ദിവസം കാലിലൊക്കെ ഒക്കെ സെറ്റായി. ഇപ്പൊ എനിക്കൊക്കെ സെറ്റായി. ഇനി എന്തായാലും നീ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചു വാ, ഞാൻ പുറത്തുണ്ടാവും. വയറൊക്കെ കെട്ടിക്കഴിഞ്ഞല്ലേ? ഇനി തല തോർത്തലാണ്. തല തോർത്തിട്ട് എനിക്ക് പനി പിടിക്കും. ഇനി കൊറേ ഉണ്ടോ പ്രൊസീജിയർ? അല്ല ഇനി എന്തൊക്കെയായിരുന്നു? രാസ്നാദി, പിന്നെ ധൂമപാനം,
അല്ലേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അത് പിന്നെ ലിപ് ബാം മുടി പോയി. എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹെഡ് നല്ലോണം ഓയിലിട്ട് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് നല്ല ഹെഡേക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കോൾഡും ഒക്കെ വരലുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ആഫ്റ്റർ നമ്മുടെ വേദുകുളി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് ഒരു തലവേദനയോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക കോൾഡ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതൊക്കെ അവർ ചെയ്യുന്നത് അങ്ങനെ ഒന്നും നമുക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും എനിക്കാണെങ്കിൽ തല തൊട്ട അപ്പം വയ്യാണ്ടാവുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ വന്നില്ല കേട്ടോ. അതെന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം, ആയുർവേദിക് ലിപ് ബാം. ഇടയ്ക്ക് ഞാൻ ബബ്ലൂസിന് ഇട്ടെടുക്കരുത്. എവിടെയോ ബാംഗ്ലൂർ എന്തോ പോയപ്പോ ചുണ്ട് പൊട്ടുന്ന പ്രശ്നം വരുമ്പോ ഇത് അവരുടെ തന്നെ കാജലാണ്. ഞാൻ ഇസിക്കുട്ടന് പൊട്ട് തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എനിക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ കാജൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റൂമിൽ പോയി നോക്കട്ടെ ഇസിക്കുട്ടൻ എന്താക്കുകയെന്ന്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞി ഭയങ്കര കളിയിലാണ്. അബൂഷിത സ്കൂളിൽ നിന്ന് കുട്ടി വന്നതാണ്. ഇതാണല്ലോ നീ പറഞ്ഞ കാപ്പി തുടക്കത്തിൽ തന്നെ. നല്ല അടിപൊളി കാപ്പിയോ. ബബ്ലുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് കാപ്പിയും ചായയും ഇപ്പത്തെ പ്രായത്തിൽ കൊടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ടേസ്റ്റ് മാത്രമേ നോക്കിയുള്ളൂ. എന്താണ് നോക്കുന്ന ഏട്ടനെയാണ് ആരെയാ നോക്കുന്നത്? ഇരിക്കുന്നോ? നല്ല ചൂട് വെള്ളത്തിൽ കുളിയും ചൂട് കാപ്പിയും. ഇങ്ങനെയൊക്കെയാണല്ലേ പ്രൊസീജിയർ വരുന്നത് സംഭവം. അപ്പം വീട്ടിൽ നിന്ന് വരുന്നതിനെ കൊണ്ട് നമുക്ക് ബബ്ലുവിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നത്. അങ്ങനത്തെ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്നിട്ടും ചെയ്യാം. പിന്നെ ഹോം സർവീസും ഉണ്ട്. എല്ലാ 3 ടൈപ്പ്. ആക്ച്വലി അവിടെ വീട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ഹോം സർവീസ് എടുക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ കൊല്ലാണ്ടി അല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാൻ നല്ല ഓപ്ഷനാണ് നമ്മള് ഇവിടെ. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്. റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്, ബ്രൈഡൽ പാക്കേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പാക്കേജസ് വരുന്നുണ്ട്. പ്രസവരക്ഷ മാത്രമല്ല. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെസ്റ്റിലുള്ള സമയത്ത് ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു നോക്കുക. തൊട്ടടുത്തുള്ള സമയത്ത് നിന്ന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു നോക്കുക. അടിപൊളിയാണ് എന്തായാലും. ഇപ്പൊ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 1 day റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് എടുത്ത് നോക്കാനാണെങ്കിൽ. പിന്നെ പ്രസവരക്ഷയൊക്കെ ആണെങ്കിൽ പല പല പാക്കേജസ് 7 days, 14 days, 21 days, 28 days അങ്ങനെ പാക്കേജസ് വരുന്നുണ്ട്. ആണോ? നല്ല ഏട്ടനാണപ്പാ. അയ്യോ കേക്കിനുണ്ടോ ബേബി? ഏട്ടന്റെ ഉണ്ട് പറ്റി. ബേബിക്ക് ടോയ് വാങ്ങി തരൂ ഏട്ടൻ. പിന്നെ പുതിയ ചൂളിൽ പോയിട്ട് വലിയ ആൾക്കാരുള്ള ചൂള് പോയിട്ട് ബേബി അവിടെ കാണുന്നുണ്ടാവും. ബേബി പഠിക്കുന്നൊക്കെ ചൂള് പോയിട്ട് എന്നിട്ട് ഏട്ടൻ നോക്കൂല്ലേ ബേബീനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടല്ലേ? പിന്നല്ലേ ഏട്ടൻ ചെല്ലുപുള്ളിയിലേക്ക് പോയിട്ട് നല്ല ബേബീനെ നോക്കിയിട്ടില്ല. ബേബി പഠിക്കുന്നേ പിന്നെ ഡ്രാഗനെ വരയ്ക്കുന്നേ, അഗ്ഗിനെ വരയ്ക്കുന്നേ, പാമ്പിനെ വരയ്ക്കുന്നേ, വയലിനെ വരയ്ക്കുന്നേ, പുലീനെ വരയ്ക്കുന്നേ, എല്ലാം ചെയ്യുന്നു ബേബി. എല്ലാം ചെയ്യുന്നുണ്ടല്ലേ ബേബി? ചന്താതെ വെച്ച് നോക്കായിക്കും. പിന്നെ അയ ചുള്ളിലേക്ക് ഉള്ളിലേക്ക് പോയി ഏട്ടൻ അത് സന്തോഷപ്പെട്ട് നോക്കായിരിക്കും. അങ്ങനെ ബബ്ലൂസിൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു 1 day ട്രീറ്റ്മെൻറ്റ് ഡേ വരുന്നത്. ഭയങ്കര അടിപൊളി ട്രീറ്റ്മെൻറ്റാണ്. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. മാത്രമല്ല നമുക്കൊരു വിസിബിൾ റിസൾട്ട്സ് തരുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബാക്ക് പെയിൻ
ഒത്തിരി മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പിഗ്മെൻറ്റേഷനും നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം സമേതയിൽ വന്നത് എന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സമേത ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. അതും ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും ഒരേപോലെ ഭയങ്കര നന്നായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളത് തോന്നും. നമുക്ക് ആ ഒരു റൂമിൽ തന്നെ ഇരുന്ന് ഒരുപാട് മൈൻഡ് എന്തോ പോലെ ആവുന്നതിലും നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അവരുടെ വെബ്സൈറ്റ് ചെന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടും നോക്കാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.